Welcome to a new course of network theorems. In this lecture, we are discussing superposition theorem, Thevenin's theorem, and Norton's theorem. Myself, Lordson Devsia, working as a lecturer in electrical and electronics engineering at Government Polytechnic College, Kottayam. Prerequisites. ഈ വീഡിയോ ലെക്ചറിന് ആവശ്യമായിട്ടുള്ള 3 ബേസിക് കൺസെപ്റ്റുകൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, if two resistors are connected in series R1 R2, then the total resistance RT is equal to sum of the resistance R1 plus R2. 2, if two resistors are connected in parallel R1 and R2, the net resistance RT is equal to R1 R2 divided by R1 plus R2. Then ഈ ഒരു ഇക്വേഷനിലേക്ക് വരുന്ന പ്രീവിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് that is 1 by RT is equal to 1 by R1 plus 1 by R2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത് റെസിപ്രോക്കൽ ഓഫ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഈ ഇക്വേഷൻ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് നമുക്ക് ആർ ടിയുടെ ടേംസിൽ എഴുതുമ്പോൾ ദാറ്റ് ബിക്കംസ് R1 R2 divided by R1 plus R2. The third concept, that is the known as the current divider rule. Current divider rule. That is, you have the two resistors are connected in parallel R1 R2 and the entering current is I. ഈ മൂന്ന് കാര്യങ്ങൾ അറിയാമെങ്കിൽ that is R1 അറിയാം, R2 and the entering current I. If we know the three values, we can find the resistance, we can find the current through each resistance. That is, here it is I1 and I2. Then equation for I1 is equal to the entering current, that is the total current the entering to the branch, that is capital I into other branch resistance. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I1 ആണ്. That means R1 ൽ കൂടിയുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. So the other branch resistance is R2. I into R2 divided by sum of individual resistance, that is R1 plus R2. Similarly, I2 is equal to I2 എന്ന് പറയുന്നത് R2 ൽ കൂടെയുള്ള കറണ്ട് ആണ്. So the total current I into other branchിൻ്റെ കറണ്ട് resistance, that is R1 divided by sum of individual resistance R1 plus R2. So from the basic the three concepts, we go for the first theorem, that is the superposition theorem. Superposition theorem states that is in a linear network that containing more than one source, the current or potential difference across any 2 points can be found by considering each source separately and then by adding their individual effects. അതായത് സൂപ്പർപൊസിഷൻ തിയറം പറഞ്ഞത് ഒരു സർക്യൂട്ടിൽ ഒന്നിലധികം സോഴ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ആവാം, അല്ലെങ്കിൽ വോൾട്ടേജ് ആകാം, ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവാം. ഇത് കണ്ടുപിടിക്കാൻ ഓരോ സോഴ്സും ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുക. ഓരോ സോഴ്സും ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റെസ്പോൺസ്, കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ്, അത് മെഷർ ചെയ്യുക. ദെൻ ഫൈനലി ഈ ഓരോ സോഴ്സും കൺസിഡർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റെസ്പോൺസിനെ ആഡ് ചെയ്യുക. അതായിരിക്കും ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ സർക്യൂട്ടിൽ 2 സോഴ്സുകളുണ്ട്. ഒന്ന് 24 വോൾട്ട്, അതർ വൺ ഈസ് 12 വോൾട്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് എന്ന് പറയുന്നത്
കറണ്ട് ത്രൂ ദിസ് 4 ohm സെൻട്രൽ ബ്രാഞ്ചിലെ റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ കേസിൽ നമുക്ക് ആദ്യം 24 വോൾട്ട് എന്ന് പറയുന്ന സോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ 4 ohmൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, ഞാനതിനെ I3 എന്നൊരു വാല്യൂ എടുക്കുന്നു, ജസ്റ്റ് I3. അതുപോലെ തന്നെ 12 വോൾട്ട് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ 4 ohmൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ഡു ടേക്ക് ഇറ്റ് ആസ് I4. ഇപ്പോൾ രണ്ട് സോഴ്സാണ്, രണ്ട് സോഴ്സും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. 24 വോൾട്ട് പാസ് ചെയ്യുമ്പോൾ I3, 12 വോൾട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് I4. ദെൻ ഫൈനലി 24 വോൾട്ടും 12 വോൾട്ടും കൺസിഡർ ചെയ്യുമ്പോൾ current through 4 ohm will be I3 plus I4, or the sum of the currents. And this is what is said by the superposition theorem. Then, while considering each source, the other sources are replaced by their internal resistance. അതായത് 24 വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ 12 വോൾട്ടിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു ബാറ്ററി സോഴ്സ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ആൻ ഐഡിയൽ ബാറ്ററി സോഴ്സ് ഓഫ് 12 വോൾട്ടേജ്. യഥാർത്ഥത്തിൽ ഇതിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ദിസ് ഈസ് ദ കേസ് ദാറ്റ് ബാറ്ററി സോഴ്സ് ഈസ് ഹാവിങ് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. സോ ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റു സോഴ്സിനെ എന്ത് ചെയ്യണം? റീപ്ലേസ് ദെയർ ബൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതായത് 24 വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ 12 വോൾട്ട് നമ്മൾ മാറ്റിയിട്ട് അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോഴ്സ് എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഇഫ് ദ വാല്യൂ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സോഴ്സസ് ആർ നോട്ട് ഗിവൺ, ദ വോൾട്ടേജ് സോഴ്സസ് ആർ ഷോർട്ട് സർക്യൂട്ടഡ്. ദാറ്റ് മീൻസ് ഇവിടെ ഈ സർക്യൂട്ടിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല. സോ 24 വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ 12 വോൾട്ടിൻ്റെ ഈ സൈഡ് ഷോർട്ട് ചെയ്യുക. 12 വോൾട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 24 വോൾട്ടിൻ്റെ ഈ സൈഡ് അല്ലെങ്കിൽ ആ ബാറ്ററി സൈഡ് എന്ത് ചെയ്യുക? ഷോർട്ട് ചെയ്യുക. Okay, the voltage sources are short circuited, but current source ന് വേറെ റൂളാണ്. current source are open circuited. 12 വോൾട്ടിന് പകരം ഒരു കറണ്ട് സോഴ്സ് ആയിരുന്നെങ്കിൽ 24 വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. ഇതാണ് ഈ സൂപ്പർപോസിഷൻ തിയറം പറയുന്നത്. ഓക്കെ, വി ഡു ഗോ ഫോർ ദ പ്രോബ്ലം. യെസ്, ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ 4 ohm. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. രണ്ട് സോഴ്സ് ഉണ്ട്, 24 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട് ഉണ്ട്. ഫസ്റ്റ് 24 വോൾട്ടേജ് കൺസിഡർ ചെയ്തു. സൂപ്പർപോസിഷൻ തിയറം ചെയ്യുന്നതിൻ്റെ റൂൾ അനുസരിച്ചിട്ട് 12 വോൾട്ടിൻ്റെ സൈഡ് ഷോർട്ട് ചെയ്തു, കാരണം അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല. സോ ദാറ്റ് സൈഡ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. നൗ കൺസിഡർ ദ 12 വോൾട്ട് സൈഡ്. അപ്പോൾ 24 വോൾട്ടിൻ്റെ സോഴ്സ് റെസിസ്റ്റൻസ് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് ഷോർട്ടഡ്. So this is the first and second. Then first കേസിൽ 4 ohmൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് that is take it as I3, and second കേസിൽ 4 ohmൽ കൂടെയുള്ള കറണ്ട് that is I4. Then ഈ രണ്ട് സോഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ the current through the 4 ohm will be, സെൻറ്ററിലെ 4 ohm എന്ന് പറയുന്നത് I3 plus I4 ആയിരിക്കും. This is what is said by the superposition theorem. Now move on. Consider the first case, that is considering only 24 volt, 12 volt in the side short ചെയ്തു. Then find the current, and so the current is delivering from the voltage source. This is, take it as I1, and ഈ സർക്യൂട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് പാർട്ട് മുതൽ സോൾവ് ചെയ്ത് വരണം. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ 4 ohmഉം 4 ohmഉം പാരലലാണ്. These two 4 ohm are in parallel. So parallel circuitൽ net resistance RT is equal to R1 R2 divided by R1 plus R2. R1 is 4, R2 is also 4. 4 into 4 divided by 4 plus 4. 2 ohms. ഇതിൽ പെട്ടെന്ന് ചെയ്യാൻ മറ്റൊരു വഴിയുണ്ട്. ദിസ് ഇസ് ദ ഐഡിയ. അതായത് പാരലൽ റെസിസ്റ്റൻസ് രണ്ടും സെയിം റെസിസ്റ്റൻസ് ആണെങ്കിൽ, ഇവിടെ 4 ohm ആണ് 4 ohm ആണ്, ദ ടു 4 ohms ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിൽ
നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ ഹാഫ് ആയിരിക്കും, ദാറ്റ് ഈസ് 2 ohms ആയിരിക്കും. ആൻഡ് വി ഹാവ് റിസീവ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 2 ohm and that 2 ohm is in series with the 4 ohm. Then what is I1? I1 is equal to our circuit total voltage, that is 24 volt divided by total resistance, that is 4 plus 2, so that is 4 ampere, and this is I1 is 4 ampere. What is I1? I1 is the current delivering from 24 volt. Then what is the current through the middle 4 ohm? So the current through the middle 4 ohm is, ഇവിടെ I1 വരുന്നു, I1 is splitted into 2, and here I do take it as Ix and this is I3. Then ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദാൽ 2 4 ohm, ലാസ്റ്റത്തെ രണ്ട് 4 ohm നമ്മൾ പാരലാണ്. ഫോർ ohms, ആൻഡ് ഇവിടെ ഇതിലേക്ക് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് I1, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ampere. ദെൻ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ Ix ആണ്, ആൻഡ് താഴത്തെ കറണ്ട് Iy. നിങ്ങൾ ഈ ലാസ്റ്റിൻ്റെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4 ohm and 4 ohm is not Iy, that is I3. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് I3 ആണ്. I3 ഈസ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് പ്രീ റിക്വസൈറ്റിൽ പറഞ്ഞിട്ടുള്ള കറണ്ട് ഡിവൈഡർ റൂൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് I3 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട്, ദാറ്റ് ഈസ് 4 ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് Ix പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് 4 ഡിവൈഡഡ് ബൈ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 4 plus 4. So that is 2 ampere. ഓക്കെ, ഇത് മറ്റൊരു രീതിയിലും നിങ്ങൾക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദാറ്റ് ഈസ് ഇവിടെ വരുന്ന കറണ്ട് I1 എന്ന് പറയുന്നത് 4 ampere ആണ്. I1 is 4 ampere. ഈ 4 ampere വന്നിട്ട് അതിനെ എന്താകുന്നു, സ്പ്ലിറ്റ് ആയി പോകുന്നു. സ്പ്ലിറ്റ് ആവുന്ന പാത്തിലുള്ള റെസിസ്റ്റൻസ് നിങ്ങൾ നോക്കിക്കേ, ഇതൊരു 4 ohm ആണ്, ഇതും എന്താ 4 ohm ആണ്. അപ്പോൾ രണ്ടും സെയിം റെസിസ്റ്റൻസ് ആയതുകൊണ്ട് വരുന്ന എൻട്രി ചെയ്യുന്ന കറണ്ടിൻ്റെ ഹാഫ് ഓഫ് ദം ആയിരിക്കും ഇതിൽ കൂടെ പാസ് ചെയ്യുക, അതായത് ഇതിൻ്റെ ഹാഫ്, ദാറ്റ് ഈസ് സെയിം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഇതിൽ കൂടെ 2 ആംപിയറും ഇതിൽ കൂടെ 2 ആംപിയറും ആയിരിക്കും ഫ്ലോ ചെയ്യുക. സോ 24 വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ ദ കറണ്ട് ത്രൂ ദ സെൻറ്റർ 4 ohm is equal to 2 ampere. Now consider the second source, that is this 12 volt. So 24 വോൾട്ടിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തരാത്തതുകൊണ്ട് അത് ആ സൈഡ് ഷോർട്ട് ചെയ്തു. ദെൻ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ സെൻറ്റർ 4 ohm, ദാറ്റ് ഈസ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് I4. ദെൻ I4 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 12 വോൾട്ടിൽ നിന്ന് ഡെലിവർ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് I2 കണ്ടുപിടിക്കുക മതി. ഇവിടെ നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞു രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് ആണ് 4 ohm ആൻഡ് ബോത്ത് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. So the net resistance is equal to 2 ohms, നേരെ ഹാഫ് ആയിരിക്കും 2 ohm, and that 2 ohm is in series with the 4 ohms. So the total voltage in the circuit is 12 volt divided by total current is 4 plus 2, that is 12 divided by 6, that is equal to 2 ampere. So 2 ampere is the current delivering from 12 volt. 12 volt നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട് ആണ് 2 ampere എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻറ്റർ ലിമ്പിൽ കൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, I4 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ I2 വരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആംപിയർ വരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഈ 2 സ്പ്ലിറ്റ് ആയിട്ട് സെയിം റെസിസ്റ്റൻസിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. 4 ohm ആണ് ഒന്ന്, ഇവിടെയും 4 ohm ആണ്, സെയിം റെസിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യുന്നു. സോ ദ കറണ്ട് എത്രയായിരിക്കും, നേരെ ഹാഫ് ആയിരിക്കും, ദാറ്റ് ഈസ് I4 ഈസ് 1 ആംപിയർ. ഹിയർ ഓൾസോ ഈ 4 ohmൽ കൂടി 1 ആംപിയർ ആയിരിക്കും ഫ്ലോ ചെയ്യുക. So while considering the 12 volt, the current through the center 4 ohm is equal to 1 ampere.
Then combining the two, while considering the 4 ohm 24 വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ. അതുപോലെ 12 വോൾട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 4 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 ആംപിയർ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ 24 വോൾട്ടും 12 വോൾട്ടും കൺസിഡർ ചെയ്യുമ്പോൾ സെൻട്രലിൽ കൂടെയുള്ള 4 ഓമിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് here we have written it as I3 and this is I4. So the total current will be I3 plus I4, that is equal to 2 plus 1 3 ampere. That is the answer. Now move on to another problem of superposition theorem. Here we have two sources. One is a voltage source and another one is a current source. Okay, ഇവിടെ ഓരോ സോഴ്സും ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യാം. 24 വോൾട്ടേജ് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം, സെക്കൻഡ് 2 ആംപിയർ കൺസിഡർ ചെയ്യാം. ദെൻ 24 വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ റൂൾ അനുസരിച്ചിട്ട് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഇവിടെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 24 വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ 2 ആംപിയർ എന്ന് പറയുന്നത് കറണ്ട് സോഴ്സ് ആണ്, അതിന് എന്ത് ചെയ്യണം, ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. കറണ്ട് സോഴ്സ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. കറണ്ട് സോഴ്സ് 2 ആംപിയർ ഈസ് ഓപ്പൺ സർക്യൂട്ട്. അതുപോലെ തന്നെ 2 ആംപിയർ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയുള്ളത് 24 വോൾട്ടാണ്, മറ്റേ സോഴ്സ് 24 ആണ്. അപ്പോൾ കറണ്ട് 24 വോൾട്ട് സോഴ്സ് എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ദിസ് ഈസ് ദ റൂൾ, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ വി കൺസിഡർ ദ ഫസ്റ്റ്, ദാറ്റ് ഈസ് 24 വോൾട്ടേജ് കൺസിഡർ ചെയ്യുന്നു. കറണ്ട് ത്രൂ ദ 6 ohm ഈസ് I1. നോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ 2 ohമിൽ കൂടെ പോകുന്ന കറണ്ട് 0 ആണ്. അപ്പോൾ ഈ വോൾട്ടേജിന്, ഈ ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് we have to find the current I1. ഓക്കെ, we have to find the current I1. സോ ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, or this is 4 and this is 24 volt, this is 6. ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ there is no current, ഇതിൽ വഴിയുള്ള കറണ്ട് 0 ആണ്. or we can write it as I is equal to 0 ഈ പാത്തിൽ കൂടെ. സോ 24 വോൾട്ടേജ് എന്ന് പറയുന്ന ആ സോഴ്സിൽ നിന്ന് ഡെലിവർ ചെയ്യുന്ന കറണ്ട് കംപ്ലീറ്റ്ലി ഈ സർക്യൂട്ടിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുക. സോ ഈ സർക്യൂട്ട്, ഈ കറണ്ട് തന്നെ ആയിരിക്കും the current through the 6 ohm, or we can take it as this is I1. Then what is I1? I1 is equal to 24 divided by total resistance ഈ സർക്യൂട്ടിൽ. ഈ കറണ്ട് ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 4 ohm ഉണ്ട്, 4 plus 6. So the answer is 2.4 ampere. That is 24 by 10 is equal to 2.4 ampere. So while considering the 24 voltage only, current source that is 2 ampere is open circuited and the current through the 6 ohm is 2.4 ampere. Now moving to next, that is we are considering the current source 2 ampere. ആ സമയത്ത് വോൾട്ടേജ് സോഴ്സ് ഇന്ത്യൻ റെസിസ്റ്റൻസ് തരാത്തത് കൊണ്ട് അതിനെ ഷോർട്ട് ചെയ്തു. ദെൻ ലിസൺ, ദാറ്റ് ഈസ് 2 ആംപിയർ ഇവിടുന്ന് എത്തുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. I2, ദാറ്റ് ഈസ് I2 എന്ന് പറയുന്നത് 6 ഓമിൽ കൂടെയുള്ള കറണ്ടാണ്. I3 ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 6 ഓമും 4 ഓമും പാരലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ദിസ് ഈസ് 6 ohms and this is 4 ohm. Both are in parallel. Enter in the current, that is 2 ampere. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6 ഓമിൽ കൂടെയുള്ള കറണ്ടാണ്, ദാറ്റ് ഈസ് I2. മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കറണ്ട് ഡിവൈഡർ റൂൾ അനുസരിച്ചിട്ട് I2 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട്, ബ്രാഞ്ചിലേക്ക് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ദാറ്റ് ഈസ് 2 ആംപിയർ, 2 ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ്. I2 എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
I2 എന്ന് പറയുന്നത് 6 ohmൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഈസ് 4 ohm. 4 divided by sum of individual resistance, 6 plus 4. That is 8 divided by 10, 0.8 ampere. Yeah. That is 24 voltage കൺസിഡർ ചെയ്യുമ്പോൾ 6 ohmൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 2.4 ആംപിയർ. ടു ആംപിയർ കൺസിഡർ ചെയ്യുമ്പോൾ 6 ohmൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0.8 ആംപിയർ. നിങ്ങൾ അതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണേ. ഇവിടെ കറണ്ട് സോഴ്സ് ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇത് നേരെ പാസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേന് 6 ohmൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0.8 ആംപിയർ. 6 ohmൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ കൺസിഡർ ചെയ്യുമ്പോൾ 0.8 ആംപിയറും 24 വോൾട്ടേജ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ 6 ohmൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 2.4 ആംപിയറുമാണ്. This is 2.4 ampere. Then listen the direction. One is downward. 2.4 ampere is downward and 0.8 ampere is upward. So the net current through the 6 ohm is the difference between the two. Okay, the difference between the two. That is the current through 6 ohm is equal to 2.4 minus 0.8. That is equal to 1.6 ampere. Then what about the direction? സോ ഇതിവിടെ ലാർജർ കറണ്ട് എന്ന് പറയുന്നത് 2.4 ആംപിയർ ആണ്. അത് ഡൗൺവേർഡ് ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ ദ നെറ്റ് കറണ്ട് ഈസ് 1.6. ഏതിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും? ലാർജർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. സോ ദ ഡയറക്ഷൻ ഈസ് ഡൗൺവേർഡ്. ലാർജർ കറണ്ട് 2.4 ആംപിയർ ആണ്. അതിൻ്റെ ഡയറക്ഷൻ താഴേക്ക് ആയതുകൊണ്ട് നെറ്റ് കറണ്ട് 1.6 ആംപിയറിൻ്റെ ഡയറക്ഷൻ ഈസ് ഓൾസോ ഡൗൺവേർഡ്. ഓക്കെ, നൗ മൂവ് ഓൺ ടു ദ തെവനിൻസ് തിയറം. തെവനിൻസ് തിയറത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആ തിയറത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇൻ എ ലീനിയർ സർക്യൂട്ട് ദാറ്റ് ക്യാൻ ബി സിംപ്ലിഫൈഡ് ഇൻ ടു ആൻ ഇക്വലൻറ്റ് സർക്യൂട്ട് കംപ്രൈസിങ് എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആൻഡ് എ സീരീസ് റെസിസ്റ്റൻസ്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ആയിക്കൊള്ളട്ടെ, അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഇതാണ് തെവനിൻസ് തിയറം പറയുന്നത്. കൺസിഡർ ദി സർക്യൂട്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 3 ohmൽ കൂടെയുള്ള കറണ്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, 3 ohmൽ കൂടെയുള്ള കറണ്ട് എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ ആ 3 ohmനെ ഇവിടെ സെപ്പറേറ്റ് മാറ്റി വെച്ചു. 3 ohm. I have to find the current through the 3 ohm. Okay, and the 2 points A and here it is B. Then ബാക്കിയുള്ള കംപ്ലീറ്റ് സർക്യൂട്ടിനെ എനിക്കൊരു ഫോമിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് എ വോൾട്ടേജ് സോഴ്സ് ആൻഡ് സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. ഓക്കെ, കണ്ടുപിടിക്കാനുള്ള ആ ഒരു പാരാമീറ്ററോടെ മാറ്റി നിർത്തി ബാക്കിയുള്ള ടോട്ടൽ സർക്യൂട്ട്, അത് കോംപ്ലക്സ് സർക്യൂട്ട് ആവാം, എനി സർക്യൂട്ട് that can be converted into an equivalent voltage source in series with a resistance, then complete here. And that voltage source is known as Thevenin's voltage and the resistance is known as Thevenin's resistance. ഇവിടെ അപ്പോൾ ഒരു സിമ്പിൾ സർക്യൂട്ടായി. ഈ സർക്യൂട്ടിലത്തെ കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? I is equal to ടോട്ടൽ വോൾട്ടേജ്. എത്രയാണ് ഈ സർക്യൂട്ടിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ETH or VTH എന്ന് മാർക്ക് ചെയ്യാറുണ്ട്. ETH ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് RTH പ്ലസ് 3 ohms. ഇതാണ് ആ സർക്യൂട്ടിലെ കറണ്ട് പറയുന്നത്. സോ എന്ത് കോംപ്ലക്സ് സർക്യൂട്ട് ആണെങ്കിലും അതിനെ നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് തെവനിൻസ് തിയറം. ദെൻ ഈ തെവനിൻസ് തിയറത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഒന്ന് ETH, Thevenin's voltage, and other one is Thevenin's resistance, RTH. Thevenin's voltage നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ വോൾട്ടേജ് സോഴ്സസ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ വോൾട്ടേജ് സോഴ്സസ്.
ഇവിടെ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യണം? ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അതിൽ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ദറ്റ് ഹാസ് ടു ബി ഓപ്പൺ സർക്യൂട്ടഡ്. ഓക്കെ, നമുക്ക് ഈ സർക്യൂട്ടിൽ ETH കണ്ടുപിടിക്കാം. ഞാനതിനെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് 4 ohm, 12 volt, 2 ohms, 6 volt. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട 3 ohms AB, കണ്ടുപിടിക്കേണ്ട കറണ്ട് ത്രൂ ദ 3 ohm. അപ്പോൾ തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ കൺസിഡർ ദ വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യുക. കറണ്ട് സോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ദെൻ ലുക്ക് അറ്റ് ദ പോയിൻറ്റ്സ് AB. ലുക്ക് അറ്റ് പോയിൻറ്റ്സ് AB. ആ ABയിലുള്ള വോൾട്ടേജ്, ആ പോയിന്റ് നോക്കുക. ആ പോയിന്റിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജാണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സർക്യൂട്ടിൽ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യണം. ബാക്കി വോൾട്ടേജ് സോഴ്സസ് കൺസിഡർ ചെയ്യുക. AB എന്ന് പറയുന്ന പാത്ത് ഓപ്പൺ ചെയ്യുക. എനിക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കേണ്ട ആ പാത്ത് ഓപ്പൺ ചെയ്യുക. ദെൻ ആ സൈഡിൽ എത്രയാണ് വോൾട്ടേജ്, ആൻഡ് ദാറ്റ് വോൾട്ടേജ് നോൺ ആസ് തെവനിൻസ് വോൾട്ടേജ്. ഇവിടെ AB എന്ന് പറയുന്ന പാത്താണ്. ഞാനത് ഓപ്പൺ ചെയ്തു. ഞാൻ സിമ്പിളായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഈ 2 പോയിൻറ്റ്സ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. AB. ദാറ്റ് ഈസ് ഈ ABക്ക് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഓർ ETH ഓർ VTH, തെവനിൻസ് വോൾട്ടേജ്. ദെൻ ഇതിനൊന്ന് സിമ്പിളായിട്ട് വരയ്ക്കാം. ഈ ഹൊറിസോണ്ടലായിട്ട് വരച്ച 4നെ ഞാൻ വെർട്ടിക്കലാക്കുന്നു. ദിസ് ഈസ് ദ 4 ohm and this is the 12 volt source. This is the resistance 2 and this is a 6 volt. Then ഇതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ആണ് തെവനിൻസ് വോൾട്ടേജ് AB. Then that means voltage between the 2 points, ഈ പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് തെവനിൻസ് വോൾട്ടേജ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടിലെ ഈ സൈഡ് മാത്രം എടുക്കാം. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 ohmഉം 12 volt സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇവിടെ ഇതിന് അക്രോസ് ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 4 ohmsന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണോ അത് കണ്ടുപിടിക്കണം. 4 ohmന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് അറിയണം. ഓക്കെ, ദിസ് ഈസ് 6 volt. ഞാൻ അത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് 4 ohm, ദിസ് ഈസ് 12 volt. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് എന്ത്? തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് VTH. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4 ohm ഉണ്ട്, ഇതിലൊരു ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ ഡ്രോപ്പ് എത്രയായിരിക്കും? I into 4 ohms. ഓംസിലോ അനുസരിച്ച് I into 4 ohm. ഐയുടെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് I ആണ്, ദ കറണ്ട് ത്രൂ ദിസ് പാത്ത്. അപ്പോൾ ഇവിടെ കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ ഈ സർക്യൂട്ട് എടുക്കുന്നു. ഇതിലത്തെ ടോട്ടൽ വോൾട്ടേജ് കൺസിഡർ ചെയ്യാം. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 12 volt ഉണ്ട്, ഒരു 6 volt ഉണ്ട്. ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കി, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇത് മൈനസ്, ഇത് പ്ലസ്. തിരിച്ച് നേരെ കറണ്ട് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഹിയർ ഇറ്റ് ഈസ് പ്ലസ് മൈനസ്, രണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. അപ്പോൾ ഒന്ന് ഫീൽ ചെയ്യുന്നത് ദാറ്റ് ഈസ് മൈനസ് പ്ലസ്, അതർ വൺ ഈസ് പ്ലസ് മൈനസ്. സോ ദ ഡിഫറൻസ് ഓഫ് ദ വോൾട്ടേജ് ആയിരിക്കും ആ സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 12 minus 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഒരു 4 ohm ഉണ്ട്, ഒരു 2 ohms ഉണ്ട്. സോ ദാറ്റ് ഈസ് 4 plus 2. That is equal to 1 ampere. This is the current through this circuit. So the voltage drop across 4 ohm is 1 into 4, that is
4 volt. So VTH is equal to 12 minus 4, that's equal to 8 volt. This is VTH. Okay, now we have to find the Thevenin's resistance. അപ്പോൾ Thevenin's resistance കണ്ടുപിടിക്കുമ്പോൾ Thevenin's resistance കണ്ടുപിടിക്കുമ്പോൾ വോൾട്ടേജ് സോഴ്സ് എല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, കറണ്ട് സോഴ്സ് എല്ലാം ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. എന്നിട്ട് എ എന്ന പാത്തിൽ നിന്ന് എ ബി എന്ന ആ പൊസിഷനിൽ നിന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് 4 ohm ഇവിടെയുണ്ട്. ദിസ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. 12 volt സോഴ്സ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. ദാറ്റ് മീൻസ് 12 voltiൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. Then this is the point A and this is the point B. Remaining is ഇവിടെ ഒരു 2 ohm ഉണ്ട്. 6 volt സോഴ്സ് ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തരാത്തത് കൊണ്ട് അതിനെ ഷോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എ ബി എന്ന പോയിൻറ്റിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് തെവനിൻസ് റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ അതിനെ വരയ്ക്കാം. ദിസ് ഈസ് 4, ദിസ് ഈസ് 2, ഈ പോയിന്റ് ഞാൻ എടുത്തു, ഇവിടേക്ക് എത്തിച്ചു, ഇവിടെ എത്തിച്ചു. ദെൻ ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു സർക്യൂട്ടിനെ നോക്കുക. ഇങ്ങോട്ടേക്ക് നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 4 ഉം 2 ഉം ഇൻ പാരലാണ്. ഞാനത് ഒന്നുകൂടെ നമുക്കതിനെ വരയ്ക്കാം. ഈ 4 ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 4നെ വെർട്ടിക്കലായിട്ട് വരച്ചു. ദിസ് ഈസ് 2. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 4 ഉം 2 ഉം എങ്ങനെയാണ്, പാരലാണ്. ഇങ്ങോട്ടേക്ക് നോക്കും. സോ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ടി ഈസ് ഈക്വൽ ടു, ആൻഡ് ദാറ്റ് ഈസ് ദ തെവനിൻ റെസിസ്റ്റൻസ്, 4 into 2 divided by 4 plus 2, that is 8 divided by 6, that is equal to 1.33 ohms. So the Thevenin's theorem, the Thevenin's voltage is 8 volt and resistance is 1.33 ohm. So നമുക്ക് ആ സർക്യൂട്ടിനെ മോഡിഫൈ ചെയ്യാം. കോംപ്ലക്സ് സർക്യൂട്ട് ഈസ് treated as a Thevenin's voltage in series with a Thevenin's resistance, and the load is, what is the load? That is load is 3 ohms central current, 3 ohms, and this is VTH, and VTH the value is 8 volt and RTH is 1.33 ohms. Then ഇപ്പോൾ ആ ടോട്ടൽ സർക്യൂട്ടിനെ സിമ്പിൾ ആക്കി ഇതിൽ കൂടുതലുള്ള കറണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. I is equal to VTH divided by, that is ആ സർക്യൂട്ട് വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് സോഴ്സ് is VTH and resistance is, രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ഒന്ന് RTH, other one is 3. So VTH is 8 divided by RTH 1.33 plus 3, that is 8 divided by 4.33, that is equal to 1.84 ampere, and this is the answer. Okay, then move on to next theorem, that is Norton's theorem. Norton's theorem പറയുന്നത് ഒരു സർക്യൂട്ട്, ലീനിയർ സർക്യൂട്ട്, regardless of its complexity, that can be simplified into equivalent current comprising a single current source and a parallel resistance. കോംപ്ലക്സ് ആയിട്ടുള്ള ഈ സർക്യൂട്ടിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം, that is equivalent to a current source in parallel with
a resistance. And this is IN, Norton's current, and this is the Norton's resistance. ഈ സർക്യൂട്ടിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ത്രൂ ദ 3 ohm. തെവനിൻസിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ സർക്യൂട്ട് തന്നെയാണ്, 3 ohms ആണ്. ആ 3 ohmsനെ ഞാൻ ഇവിടെ മാറ്റി നിർത്തി. ബാക്കിയുള്ള ടോട്ടൽ സർക്യൂട്ടിനെ എത്ര കോംപ്ലക്സ് ആയിക്കൊള്ളട്ടെ, ആ ടോട്ടൽ സർക്യൂട്ടിനെ വി ക്യാൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു എ കറണ്ട് സോഴ്സ് ഇൻ സീരീസ് വിത്ത് in parallel with a resistance. Okay. Then ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും RNഉം 3ഉം പാരലാണ്. ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? IN, നോർട്ടൺസ് കറണ്ട്. അപ്പോൾ പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിവൈഡർ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് 3 ohmൽ കൂടെയുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഇതിനെ മാർക്ക് ചെയ്യുന്നു, I എന്ന് മാർക്ക് ചെയ്യുന്നു. I ഈസ് ഈക്വൽ ടു ടോട്ടൽ ഈ പാരലൽ ബ്രാഞ്ചിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട്, ദാറ്റ് ഈസ് IN ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ്. എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 3 ohmൽ കൂടെയുള്ള കറണ്ടാണ്. മറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RN ഡിവൈഡഡ് ബൈ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് RN പ്ലസ് 3. ഓക്കെ, ഞാൻ തെവനിൻസ് തിയറം ഇതുമായിട്ട് ബേസ് ചെയ്ത് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. തെവനിൻസ് തിയറം, തെവനിൻസ് തിയറത്തിൽ നമുക്ക് ടോട്ടൽ സർക്യൂട്ടിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് വോൾട്ടേജ് സോഴ്സ് ഈസ് നോൺ ആസ് തെവനിൻസ് വോൾട്ടേജ് ആൻഡ് ദ റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് തെവനിൻസ് റെസിസ്റ്റൻസ്. ബാക്കിയുള്ള കണ്ടുപിടിക്കാനുള്ള വാല്യൂ അതോടെ മാർക്ക് ചെയ്യാം. നോർട്ടൺസ് തിയറത്തിൽ പറയുന്നത് വി ക്യാൻ കൺവേർട്ട് ദാറ്റ് സർക്യൂട്ട് ഇൻ ടു ഇക്വലൻറ്റ് current source in is parallel with a resistance. ഇതാണ് നോർട്ടൺസ് തിയറം പറയുന്നത്. തെവനിൻസ് തിയറം പറയുന്നു that complex circuit can be converted into a voltage source in series with a resistance. ഓക്കെ, വ്യത്യാസം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നോ സെയിം പ്രോബ്ലം നമുക്ക് ചെയ്യാം. യെസ്, ഇവിടെ നോർട്ടൺസ് തിയറം ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള പോർഷൻസ് ഏതാണോ, നോർട്ടൺസ് കറണ്ട് കണ്ടുപിടിക്കാൻ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു പോർഷൻ, ഇവിടെ നമുക്ക് എ ബി ആണ്. ആ എ ബി എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഷോർട്ട് സർക്യൂട്ട് എ ബി. ദെൻ എ ബി ഷോർട്ട് സർക്യൂട്ട് ചെയ്തതിന് ശേഷം എ ബിയിൽ കൂടെയുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഫൈൻ കറണ്ട് ത്രൂ എ ബി. കറണ്ട് ത്രൂ AB. Find current through AB. ആ കറണ്ടാണ് നോർട്ടൺ കറണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നോർട്ടൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പിൾ സെയിം ആസ് തെവനിൻസ് റെസിസ്റ്റൻസ്. സെയിം ആസ് തെവനിൻസ് റെസിസ്റ്റൻസ്. ഓക്കെ, ഫസ്റ്റ് IN കണ്ടുപിടിക്കാം. IN കണ്ടുപിടിക്കുന്നതിന് എ ബി എന്ത് ചെയ്യണം? ഷോർട്ട് ചെയ്യണം. ഞാൻ സർക്യൂട്ട് ഒന്നുകൂടെ വരയ്ക്കാം. ദിസ് ഈസ് 4 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 2 12 volt and this is 6 volt. എ ബി ഞാൻ ഷോർട്ട് ചെയ്തു. Then the current through the portion AB, that is known as IN, Norton's current. ഇവിടെ രണ്ട് സോഴ്സ് ഉണ്ട്. ഒന്ന് 12 വോൾട്ടിൻ്റെ സോഴ്സ് ഉണ്ട്. അപ്പോൾ 12 വോൾട്ട് കാരണം ഇതിൽ കൂടെ ഒരു കറണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ 6 വോൾട്ട് കാരണം ഇതിൽ കൂടെ ഒരു കറണ്ട് ഉണ്ടാവും. We can mark that is I1 and I2. So Norton's current or IN is equal to I1 plus I2 ആയിരിക്കും. Then what is I1? I1 എന്ന് പറയുമ്പോൾ ഈ ഒരു സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഷോർട്ട് ആയതുകൊണ്ട് 12 വോൾട്ടിൽ കൂടെ ഡെലിവർ ചെയ്യുന്ന അതേ കറണ്ട് തന്നെയായിരിക്കും IN കൂടെ ഫ്ലോ ചെയ്യുക. സോ I1 ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് എത്രയാണ് ഈ സോഴ്സിലെ? 12. ഈ സർക്യൂട്ടിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ohm ആണ്. ഇവിടെ ഷോർട്ട് ആയതുകൊണ്ട് 4 ohms മാത്രമേ ഉള്ളൂ. സോ I1 ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 4.
പ്ലസ് വാട്ട് ഇസ് I2? അതായത് I2 എന്ന് പറയുന്നത് 6 വോൾട്ടിൽ നിന്ന് ഡെലിവർ ചെയ്യുന്ന കറണ്ട് തന്നെയായിരിക്കും ഈ പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യുക. സോ I2 ഈസ് ഈക്വൽ ടു വോൾട്ടേജ് എത്രയാണ് ഈ സർക്യൂട്ടിലുള്ളത്? ഈ സർക്യൂട്ടിൽ I2 ഫീൽ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ I2 ഫേസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് മാത്രമാണ്. 6 ഡിവൈഡ് ബൈ ഈ സർക്യൂട്ടിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ, ഈ ഒരു 2 മാത്രമേ ഉള്ളൂ. സോ 6/2. സോ ദ കറണ്ട് IN ഈസ് ഈക്വൽ ടു 6 ampere, and this is the Norton's current IN. now നമുക്ക് കണ്ടുപിടിക്കുന്ന RN കണ്ടുപിടിക്കണം. RTH കണ്ടുപിടിക്കുന്ന ഇതേപോലെ തന്നെയാണ്. എങ്ങനെയാണ് RN കണ്ടുപിടിക്കുക? വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്തു? ഷോർട്ട് ചെയ്തു. കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യണം. ഇനി ABക്ക് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? അതായിരിക്കും RN എന്ന് പറയുന്നത്. 6 വോൾട്ട് ഷോർട്ട് ചെയ്തു. ബാക്കി ഹിയർ ഇറ്റ് ഈസ് 2 ohm ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4 ohm. 12 വോൾട്ട് ഷോർട്ട് ചെയ്തു ആൻഡ് ദിസ് ഈസ് AB. ദാറ്റ് മീൻസ് നമുക്കറിയാം ഈ 4ഉം 2ഉം പാരലാണ്. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോർട്ടൺ തെവനിൻസ് തിയറം ചെയ്തതിൽ നോക്കിയാൽ മതി. 4 and 2 is in parallel. So the RN is equal to 4 into 2 divided by 4 plus 2. 8/6. That is equal to 1.33. So the total circuit നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 ohmൽ കൂടെയുള്ള കറണ്ടാണ്. ആ 3 ohmന് ഇവിടെ മാറ്റി നിർത്തി. 3 ohms. The 2 points A and B. Then ബാക്കി സർക്യൂട്ടിനെ നമുക്ക് നോർട്ടൺസ് തിയറം അനുസരിച്ചിട്ട് ഒരു കറണ്ട് സോഴ്സ്, that is IN, in parallel with a resistance RN. RN നമ്മൾ കണ്ടുപിടിച്ചു, that is 1.33 ohms, and the IN is equal to 6 ampere. Then ഇവിടേക്ക് വരുന്ന കറണ്ട് 6 ampere ആണ്. കറണ്ട് ഡിവൈഡർ റൂൾ അനുസരിച്ചിട്ട് 3 ohmൽ കൂടെയുള്ള കറണ്ട്, that is take it as I is equal to total current, that is 6 ampere into other branch resistance, that is 1.33 divided by 1.33 plus 3, that is 6 into 1.33 divided by 4.33, that is equal to 1.84 ampere. That is നമ്മൾ ഉപയോഗിച്ച് തെവനിൻസ് തിയറത്തിലും സെയിം സർക്യൂട്ടാണ് ഉപയോഗിച്ചത്. സോ തെവനിൻസ് തിയറത്തിലും കിട്ടിയ വോൾട്ടേജ് എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത് 1.84, ആൻഡ് ഹിയർ ഓൾസോ ബൈ യൂസിങ് നോർട്ടൺസ് തിയറം ദ ആൻസർ ഈസ് 1.84. And wanted to say one more thing, that is by Norton's theorem, this is a Norton current and this is Norton resistance. This is RL 3 ohm. This is 1.33 ohms and here it is 6 ampere. By Thevenin's theorem, same circuit ആയിരുന്നു. The 3 ohm, the resistance, Thevenin's resistance is 1.33 and the Thevenin's voltage is Thevenin's voltage is 8 volt. Okay, നിങ്ങൾക്ക് ഇവിടെ this is by using Thevenin's. രണ്ട് സർക്യൂട്ട് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് വൺ ഈസ് നോർട്ടൺസ് തിയറത്തിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തുള്ള സർക്യൂട്ട്, രണ്ടാമത് തെവനിൻസ് തിയറത്തിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള രണ്ട് സർക്യൂട്ടുകൾ. ഇതിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ദാറ്റ് ഈസ് ഇവിടെ ഈ ഒരു സർക്യൂട്ട് മാത്രം എടുക്കുക. ദാറ്റ് ഈസ് ഞാൻ വേറെ കളർ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പോർഷൻസ് മാത്രം, അതുപോലെ ഇതിലും ഈ ഒരു പോർഷൻസ് മാത്രം. ഇവിടെ 8 വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 1.33
33. 8 by 1.33 ചെയ്താൽ എത്ര കിട്ടും? 8 divided by 1.33. You will get it as 6 ampere. That is, ഈ വോൾട്ടേജ് സോഴ്സും തെവനിൻസ് വോൾട്ടേജും അതിൻ്റെ തെവനിൻസ് റെസിസ്റ്റൻസും അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറണ്ട് കണ്ടുപിടിക്കാം. സോ ദാറ്റ് വി ക്യാൻ കൺവേർട്ട് ദാറ്റ് സർക്യൂട്ട്. ഓക്കെ, അതായത് ഈ വോൾട്ടേജും ഈ കറണ്ടിനെ നമുക്ക് മാറ്റി ഇതിനൊരു കറണ്ട് സോഴ്സ് ആക്കാം. എങ്ങനെ കറണ്ട് സോഴ്സ് ആക്കാം? there is a current source, that is വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? VTH by RTH. ഓക്കെ, 6 ആംപിയർ. ഇതിന് ഒരു സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് പാരലായിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. പാരലൽ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് വാല്യൂ എത്രയായിരിക്കണം? RTH തന്നെ ആയിരിക്കണം. RTH, that is 1.33. then load connect ചെയ്യുക, that is RL, or here it is 3 ohms. That means I just wanted to say that we can convert, that is the Thevenin equivalent circuit to Norton equivalent circuit. Thevenin equivalent circuit to Norton equivalentലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നോർട്ടൻ്റെ അകത്ത് കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? VTH by RTH ആയിരിക്കും. നോർട്ടൻ്റെ അകത്ത് RN എന്ന് പറഞ്ഞ എന്ത് തന്നെ ആയിരിക്കും? സെയിം ആസ് RTH ആയിരിക്കും. റൈറ്റ്? ദറ്റ് ഈസ് നോർട്ടൺസിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് അറിയാമെങ്കിൽ നമുക്ക് തെവനിലേക്ക് കൺവേർട്ട് ചെയ്യാം. തെവനിൻ്റെ അകത്ത് ഇക്വലൻറ്റ് സർക്യൂട്ട് അറിയാമെങ്കിൽ നമുക്ക് നോർട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? VTH by RTH ആയിരിക്കും. ഓക്കെ, that is ഈ തെവനിൻ ഇക്വലൻറ്റ് സർക്യൂട്ടിനെ നോർട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് തെവനിൻ വോൾട്ടേജ് എടുക്കുക ഡിവൈഡഡ് ബൈ തെവനിൻ റെസിസ്റ്റൻസ്. നമുക്ക് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് പറയുന്ന കറണ്ടാണ്, ഒരു കറണ്ട് കിട്ടും. സോ റീപ്ലേസ് ദാറ്റ് വിത്ത് എ കറണ്ട് സോഴ്സ് 6 ആംപിയർ. then we need a resistance RN, and that RN is same as RTH. This is RL. ഇവിടെ നമുക്ക് 3 ohms. That is തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നമുക്ക് ആലേക്ക് കൺവേർട്ട് ചെയ്യാം? നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ച് ചെയ്യാം. നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം? തെവനിൻ ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. തെവനിൻ ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു തെവനിൻസ് വോൾട്ടേജ് ഇവിടെയുണ്ട്, പ്ലസ് മൈനസ് തെവനിൻസ് വോൾട്ടേജ് VTH, ഒരു തെവനിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും RTH, then the load. ഇനി തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് V = I × R ആയിരിക്കും. ദാറ്റ് ഈസ് I എന്ന് പറയുന്നത് നോർട്ടൺസ് കറണ്ട് IN × RN. ദാറ്റ് ഈസ് 6 × RN is 1.33. 33 ചെയ്താൽ you will get it as 8 volt. So this is 8 volt and RTH is same as RN, 1.33. So we can convert from Norton equivalent circuit to Thevenin's equivalent circuit, or Thevenin's equivalent circuit to Norton equivalent circuit. Then here is a problem. ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ത്രൂ 10 ohm ആണ്. നിങ്ങൾക്കത് സൂപ്പർപോസിഷൻ തിയറം, തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം വെച്ചിട്ട് ചെയ്ത് റിസൾട്ട് വെരിഫൈ ചെയ്യാം. ഞാനിവിടെ അതിൻ്റെ സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഡു റെഫർ ദാറ്റ്. ദിസ് ഇസ് ദ സൊല്യൂഷൻ ബൈ തെവനിൻസ് തിയറം, ആൻഡ് ഫൈനലി ദിസ് ഇസ് ദ സൊല്യൂഷൻ ബൈ നോർട്ടൺസ് തിയറം. Now today we have discussed the three theorems, that is superposition theorem, Thevenin's theorem, and Norton's theorem. And this is a QR code for the quiz, and scan this and you can go for the quiz. Thank you.